പത്തനംതിട്ടയിൽ മഴയും മഴക്കെടുതിയും തുടരുകയാണ്. പുഴകളൊക്കെ കരകവിഞ്ഞു. ഏഴംകുളത്ത് മരം വീണ് വീട് തകർന്നു. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ചും മലയോര മേഖലയിലൊക്കെ രാത്രിയൊക്കെ കനത്ത മഴയായിരുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ വരുന്ന മഴ വാർത്തകൾ എങ്ങനെയാണ്? സുജിയ, പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മഴക്കെടുതികൾക്കും യാതൊരു കുറവുമില്ല. ഇന്നലെ അമ്പലപ്പുഴ ഭാഗത്ത് സംസ്ഥാന പാതയിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതായത് ശബരിമല മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ പമ്പാനദിയിൽ ജലനിരപ്പ് ആ ഭാഗത്ത് ഉയരും. ആ വെള്ളം പിന്നീട് റാന്നി, കോഴഞ്ചേരി, ആറന്മുള ഭാഗങ്ങളിൽ കൂടിയാണ് അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് പോകുന്നത്. അപ്പോൾ തിരുവല്ലയിലെ ആ ഭാഗത്തുള്ള അപ്പർ കുട്ടനാട് മേഖലകളിൽ ഈ പമ്പാനദിയും മണിമലയാറും ചേരുന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ റോഡിലേക്ക് വെള്ളം കയറാറുണ്ട്. ഇന്നലെയും അങ്ങനെയാണ് അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളം കയറിയത്. ഇന്നിപ്പോൾ അവിടെ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും തിരുവല്ലയിൽ വെള്ളത്തിനടിയിൽ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അല്പസമയം മുമ്പ് നമുക്ക് ലഭിച്ച വിവരപ്രകാരം പത്തനംതിട്ട ഏഴംകുളത്ത് മരം വീണ് ഒരു വീട് തകർന്നിട്ടുണ്ട്. ഏഴംകുളം കൈതപ്പറമ്പിൽ കല്ലൂർ പുത്തൻ വീട്ടിൽ കെ വസന്തകുമാരിയുടെ വീടിന് മുകളിലേക്കാണ് രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും മരം വീണത്. ഈ സമയം വസന്തകുമാരിയും ഭർത്താവും മകനും വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല. കഴിഞ്ഞ ദിവസം കോന്നി ഭാഗത്തും കൊന്നപ്പാറയിലും ശക്തമായിട്ടുള്ള കാറ്റിൽ വീട് പൂർണ്ണമായും തകർന്നിരുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ചൻകോവിലാറാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് അച്ചൻകോവിലാറിലും പമ്പാനദിയിലും മണിമലയാറ്റിലും ഒപ്പം തന്നെ കക്കാട്ടാറിലും ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. മഴ ഇനിയും മണിക്കൂറുകളോളം ശക്തമായി തുടരുകയാണെങ്കിൽ മാത്രമേ ഇനി അല്പം ആശങ്കയ്ക്ക് വകയുള്ളൂ. പക്ഷേ ഇപ്പോഴും അച്ചൻകോവിലാറ്റിലും ബാക്കിയുള്ള നദികളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ ഇപ്പോഴും 10 സെന്റിമീറ്റർ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് 20 സെന്റിമീറ്റർ തുറന്നു വെച്ചിരുന്നു. ഇപ്പോൾ അത് 10 സെന്റിമീറ്ററായി ചുരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പത്തനംതിട്ട ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദികളിൽ ഒരു കാരണവശാലും ആളുകൾ ഇറങ്ങുകയോ നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയിൽ, തിരുവല്ല ഭാഗങ്ങളിലെല്ലാം, കടപ്ര മേഖലയിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തന്നെ കിടക്കുകയാണ്. ഇന്നലെ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പന്തളം മേഖലയിൽ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ രാത്രിയിൽ നമ്മൾ അത് നിരീക്ഷിച്ചുകൊണ്ടേ തന്നെ ഇരുന്നിരുന്നു. പക്ഷേ അവിടെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഇന്നലെ പന്തളം മേഖല ആ ഭാഗത്ത് സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശം ചിറ്റയം ഗോപകുമാർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും പത്തനംതിട്ടയിൽ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സുജയ. ഓക്കെ, പത്തനംതിട്ടയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത്. പ്രവീൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടൂരിൽ നിന്നൊക്കെയുള്ള പ്രേക്ഷകർ സന്ദേശം അയക്കുന്നുണ്ടായിരുന്നു മഴയെക്കുറിച്ച്, ഒപ്പം മരം വീണുള്ള അപകടങ്ങളെക്കുറിച്ച്. അപ്പോൾ മഴക്കെടുതികൾ, മഴയൊന്ന് തോർന്നു നിന്നാലും മരം വീഴുന്നതടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക.